യെസ്, ബംഗാളിൽ 165 സീറ്റുകളിൽ BJP ഇപ്പോഴും വ്യക്തമായ ആധിപത്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. TMCയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായ മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിച്ച ഭവാനിപ്പൂരിൽ ഏറെ പിന്നിലാണെന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒപ്പം സുവേന്ദു അധികാരി 2 മണ്ഡലത്തിലും നന്ദിഗ്രാമിലും ഭവാനിപ്പൂരിലും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടി വലിയ വ്യക്തമായ ലീഡോടുകൂടി മുന്നോട്ട് നിൽക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അസമാണെന്ന് അസമിലേക്ക് സെഞ്ചുറി അടിക്കാനുള്ള കുതിപ്പിലാണ് BJP ഇപ്പോൾ 95 അല്ല, നമ്മൾ കുറെ ആയി അസം ഒന്നും ശ്രദ്ധിക്കാത്തത്. പുതുച്ചേരിയിൽ ഭരണം BJP മുന്നണി ഉറപ്പിക്കുമ്പോഴും രംഗസ്വാമി ഉറപ്പിക്കുമ്പോഴും TVK അവിടെ എമർജ് ചെയ്യുന്നു. DMKയുടെ സ്പേസ് ആണെന്ന് വളരെ വ്യക്തമാണ്. 5 സീറ്റ് അവിടെ TVK നേടിയിരിക്കുന്നു. എനിക്ക് ഒറ്റ സംശയമുള്ളൂ, നിങ്ങളെ വിലയിരുത്തൽ വേണം. ത്രിപുരയിൽ തിപ്രമോദ പാർട്ടിയെ പോലെയാണോ TVK വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ 3 പേരോട് ഞാൻ വളരെ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിജയനെ തള്ളി പറയരുത്. പയ്യന്നൂരിൽ നിന്നൊരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. LDFന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. TI മധുസൂദന്റെ ലീഡ് കുറഞ്ഞു. 7ാം റൗണ്ടിൽ 310 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. CPMന്റെ കോട്ടകളെല്ലാം തകർത്ത് ലീഡ് 16,412 വരികയാണ് കേട്ടോ. വലിയ ലീഡ് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയുടെ മണ്ഡലത്തിലേക്ക് ഒന്ന് പോയി വരാം. പത്തനാപുരം. അവിടെ ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി 2145 വോട്ടിന് മുന്നിലാണ്. യെസ്, അപ്പൊ ഇപ്പോ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പിറകിലാണ്. എല്ലാവരും ട്രെയിൽ ചെയ്യുകയാണ്. പഞ്ചായത്തിൽ ജോസ് കെ മാണി 3ാം സ്ഥാനത്ത്. അതെ, പാലായിൽ 4754 വോട്ടിന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ജോസ് കെ മാണിയുടെ ഈ മാണി ഗ്രൂപ്പിന്റെ ഒരു ഭാവി കൂടി ഒന്ന് ഈ നിമിഷം നമുക്ക് വിലയിരുത്തണ്ടേ? ജോസ് കെ മാണി എന്നുള്ള നേതാവ് ഒരു ഓർഗാനിക് നേതാവല്ല. KM മാണി എന്ന മാണി സാറിന്റെ പുത്രനായതുകൊണ്ട് മാത്രം സീറ്റും മന്ത്രി പദവിയും ലഭിച്ച ഒരാള്. അത് മാത്രമല്ല, ജോസ് രണ്ട് സ്വന്തം ഇഷ്ടത്തിന് സീറ്റ് വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്ന് പാർലമെന്റിൽ പോവും. പാർലമെന്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് വരും. രാജ്യസഭയിലേക്ക് പോകുന്നു. രണ്ടാമത് പാലായിൽ ഷോണാണ്. UDF 4754. 6ാം റൗണ്ടിൽ ജോസ് കെ മാണി 3ാം സ്ഥാനം. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നുള്ള സാധനത്തിനെ തീർത്ത് പ്രദീപിള്ള, അതായത് ഒരു ഘട്ടത്തിൽ പിന്നെ UDF പാലക്കാട് ഒരു മിനിറ്റ് പാലക്കാട് ശോഭ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ. ശോഭ ചേച്ചിക്ക് ഇപ്പോൾ 2728 വോട്ടുകൾക്കാണ് മുന്നിലുള്ളത്. 4ാം റൗണ്ട് പൂർത്തിയാക്കുമ്പോഴാണ് വീണ്ടും മുന്നേറിയത്. BJP 2. ആറ്റിങ്ങലിൽ സുധീർ 2ാം സ്ഥാനത്താണ്. ഗൗതമേ, നമ്മൾ നേരത്തെ പരിശോധിച്ചു. ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥി സംസ്ഥാന ഉപാധ്യക്ഷൻ P. സുധീർ 2ാം സ്ഥാനത്ത്. വളരെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമേ ഇപ്പോൾ OS അംബികയ്ക്ക് സിറ്റിംഗ് MLAക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ. 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പാലക്കാട് ശോഭ ചേച്ചി 2000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ NDAയുടെ ലീഡ് വീണ്ടും 2 സ്ഥലത്തേക്ക് ഉയരുകയാണ്. നേരത്തെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത് തുടരുകയാണ്. അവിടെ 1000-ന് മുകളിൽ വോട്ടുകൾക്ക് ലീഡ് BJPക്കുണ്ട്. ഇപ്പോൾ മറ്റൊരു മണ്ഡലം പാലക്കാട് ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന് ലീഡുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് പിഷാരടി തിരിച്ചു പിടിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവ് പാലക്കാടിന്റെ മണ്ണിൽ. മഞ്ചേശ്വരത്ത് ക്രോസ് വോട്ടിംഗ് സംശയിക്കുന്നു. അതെ, ആ ലീഡ് ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണല്ലോ നിർത്തിയത് അവിടെ. അല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 2943 വരികയാണ്. 2943 എന്ന നിലയിലേക്ക് നേമത്ത് BJP ചാത്തന്നൂർ എന്താ പറ്റിയത്? ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ BB ഗോപകുമാർ 3ാം സ്ഥാനത്താവും. നേമത്തെ ഒരു മിനിറ്റ്, നേമത്തെ എവിടെയൊക്കെ എണ്ണിക്കഴിഞ്ഞു? രഞ്ജിത്ത് അമ്പാടി നേമത്തിന്റെ ഒരു കൗണ്ടിംഗ് പുരോഗതി നോക്കണം. കൊട്ടാരക്കരയിൽ നിന്നുള്ള അപ്ഡേറ്റ്, രഞ്ജിത്ത് അമ്പാടിയുടെ തന്നെ അപ്ഡേറ്റ്. 149 വോട്ടുകളുടെ ലീഡ്. അല്ല, നേമത്തെ ഞാനൊന്ന് പറയട്ടെ, 5 റൗണ്ടുകളാണ് ഇപ്പോൾ പൂർത്തിയായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5ാമത്തെ റൗണ്ടിൽ കരമന, ആറ്റുകാൽ ഈ 2 പ്രധാനപ്പെട്ട വാർഡുകളുടെ ബൂത്തുകളാണ് എണ്ണി അവസാനിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എണ്ണി തീർന്നത് പൂജപ്പുര, തിരുമല, പാങ്ങോട്, മുടവമുകൾ, കുന്നപ്പുഴ, കരമന, ഇത്രയും ആറ്റുകാൽ, ഇത്രയും വാർഡുകളുടെ ബൂത്തുകളാണ്. ഇതിൽ 1-2 വാർഡ് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ BJP. അല്ല, അവിടെ എനിക്കൊരു ആശങ്കയുണ്ട് ഗൗതമേ, ഇത്രയും ലീഡ് മതിയോ എന്നുള്ളതാണ്. കാരണം 22 വാർഡുകളിൽ 17 BJP ഭരിക്കുന്ന മണ്ഡലമാണ്. ഇനി വരാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആറ്റുകാല്, നെടുങ്കാട്, ആ മേഖല, കരുമം, ആ മേഖലകളിലാണ് വരാനുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ശബരിനാഥ് KS ശബരിനാഥ് തൊട്ടു പുറകയിൽ തന്നെയുണ്ട്. കഴിഞ്ഞ തവണകൾ കഴിഞ്ഞ 2016-ലും 2021-ലും ഈ മേഖലകളൊക്കെ തന്നെ എണ്ണിയപ്പോൾ ഇത്രത്തോളം വോട്ട് UDF ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കൃത്യമായി UDF-ന്റെ വോട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ കഴിഞ്ഞ തവണ 4000-ഓ 3500-ഓ ലീഡ് ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇതുവരെ എണ്ണിക്കഴിഞ്ഞതിൽ ബഹുഭൂരിപക്ഷവും BJPക്ക് അതിശക്തമായ സ്വാധീനമുള്ള മേഖലകളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റുകാൽ വരെ വന്ന് നെടുങ്കാട് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ തിരുവല്ലം ആ മേഖലകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് കൂടി വോട്ട് ചോരും. പിന്നീട് മറ്റ് മേഖലകളുണ്ട്, അതായത് നിയമത്തിൻ്റെ മറുഭാഗം, അവിടെ കൃത്യമായി UDF-ന് വോട്ടുള്ള മേഖലകളാണ്. അവിടുത്തെ വോട്ട് UDF-ൽ മാത്രമായി പോൾ ചെയ്യുകയാണെങ്കിൽ അത് NDAക്ക് അനുകൂലമാകും. പക്ഷേ ആ വോട്ടുകളും സ്പ്ലിറ്റ് ചെയ്ത് LDF-ലേക്ക് കൂടി പോവുകയാണെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ നമ്മൾ കാണേണ്ടതാണ്.